വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. നിങ്ങൾ സക്സസ്സിലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്സും നിങ്ങൾക്ക് തോന്നുന്നത് വളരെ ചെറിയ സ്റ്റെപ്സാണ്. പക്ഷേ ആ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും നിങ്ങളെ വലിയൊരു സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഓരോ പരിശ്രമവും അത് വിലപ്പെട്ടതായിരിക്കും, അത് ഓർക്കുക. സോ നമുക്ക് നമ്മുടെ ഇതിലേക്ക് കടക്കാം. ഒരു പരീക്ഷാക്കാലം കൂടെ കഴിഞ്ഞു, റിസൾട്ടുകളെല്ലാം വന്നു. അവസാനം SBI ക്ലർക്ക്, SBI PO കൂടെ വന്നതോടുകൂടി ഈ വർഷത്തെ റിസൾട്ടുകളെല്ലാം അവസാനിച്ചിരിക്കുന്നു. വളരെ നല്ല റിസൾട്ടോടുകൂടി കോമ്പസ് അക്കാഡമി ഏവരേക്കാൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. ഒരു പരീക്ഷാക്കാലം കഴിഞ്ഞതോടുകൂടി നമ്മുടെ കുട്ടികൾ, റിസൾട്ട് കിട്ടാത്തവരെല്ലാം മഴക്കാലമൊക്കെ അല്ലേ, ആലസ്യത്തിലേക്ക് പെതുക്കെ വഴുതി വീണു. ഒരു കട്ടൻ ചായയും കുടിച്ച് പരിപ്പോടെയൊക്കെ അടിച്ച് ജോൺസൺ മാഷിൻ്റെ സംഗീതമൊക്കെ കേട്ട് ആലസ്യത്തിൽ അവരിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്നു നോട്ടിഫിക്കേഷൻ. IBPSൻ്റെ കലണ്ടർ വന്നു. ഈ വർഷത്തെ എക്സാമുകളുടെ കലണ്ടർ വന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങണം, എങ്ങനെയൊക്കെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. കുറേ മാറ്റങ്ങളുമായിട്ടാണ് IBPS വന്നിരിക്കുന്നത്. ആ മാറ്റങ്ങൾ നോക്കാം. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് എന്താണ് മാറ്റം എന്ന് ഞാൻ പറയാം. എങ്ങനെ നിങ്ങൾ ഒരുങ്ങണമെന്നുള്ളത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ മാത്രം നമുക്ക് പറയുന്നു. നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. IBPSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ്. അല്ലാതെ നമ്മളൊരു വീഡിയോ ചെയ്യാൻ തയ്യാറല്ല. കാരണം ഒഫീഷ്യലായിട്ട് വന്നില്ലെങ്കിൽ പല ഫേക്ക് PDFs വരുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഒഫീഷ്യലായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കുകയാണ്. നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. IBPSൻ്റെ ഇന്നത്തെ സൈറ്റിൽ വന്നത് ഓൺലൈൻ CRP കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോഗ്രാം ഫോർ PSB, അവരുടെ ഗവൺമെൻറ് ബാങ്ക്സിലേക്കും RRBയിലേക്കും 2 പരീക്ഷയും നടത്തുന്നത് IBPS ആണ്. അതുകൊണ്ട് നമ്മുടെ സാധാരണ IBPS PO പരീക്ഷയുടെ ഇത് നോക്കാം. CRP PO MD 15ാമത്തെയാണ് അവർ നടത്തുന്നത്. 15ാമത്തെ സെലക്ഷനാണ്. ദെൻ CRP സ്പെഷ്യൽ, അതായത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർക്ക് വേണ്ടിയിട്ട്. ദെൻ CSA കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്സ് ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ ഓഫ് പ്രൊബേഷണറി ഓഫീസർ POയുടേത് ഈ വർഷം സാധാരണ PO ഇതിൽ ഏറ്റവും അവസാനം വരുന്ന പരീക്ഷയാണ്. ഏറ്റവും അവസാനം RRB ക്ലർക്ക് PO കഴിഞ്ഞിട്ട് IBPS ക്ലർക്ക് കഴിഞ്ഞ് അതിൻ്റെ POയുടെ ഫോർമാലിറ്റീസ് തീർന്നെങ്കിൽ ജനുവരി ഫെബ്രുവരി ആവും. എന്നാൽ ഈ വർഷം അതാണ് ഏറ്റവും വലിയ മാറ്റങ്ങളിലേക്ക് വന്നത്. നമുക്ക് അത്രയും സമയം ഉണ്ടായിരുന്നു POയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. എന്നാൽ PO വരുന്നത് 17th, 23rd, 24 ഓഗസ്റ്റിലേക്കാണ് അത് വന്നിരിക്കുന്നത്. 17th, 23rd, 24 ഓഗസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. മെയിൻസ് വരുമ്പോൾ 12th October 2025. സോ ഓഗസ്റ്റിൽ പ്രിലിംസ് നടന്നിട്ട് ഒരു മാസം, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ, 2 മാസമുണ്ട് നിങ്ങൾക്ക് മെയിൻസിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടേ അവർ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് 15 ദിവസം മുമ്പായിരിക്കും. 15 ദിവസം മുമ്പ് കഴിഞ്ഞ് വന്ന് നിങ്ങൾ പിന്നെ ഒക്ടോബറിലേക്ക് പ്രിപ്പയർ ചെയ്യാനിരുന്നാൽ നടക്കില്ല. സോ PO എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എയിം ചെയ്യുക. ഏകദേശം നിങ്ങൾക്ക് 60 ദിവസം കിട്ടും പ്രിലിംസിലേക്കുള്ള ഇതിലേക്ക്. സോ ആ ഇത് നോക്കുക. സോ POയുടെ അവിടെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഇത് 12th October കഴിയുമ്പോൾ ഇതിൻ്റെ ഇത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നവംബർ ലാസ്റ്റ് ഇൻ്റർവ്യൂ കഴിയും. നവംബർ ലാസ്റ്റ് കൊണ്ട് അവർ തീർക്കും. സോ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ കഴിയേണ്ട ഇൻ്റർവ്യൂ ആണ്. അവർ നവംബർ ലാസ്റ്റ് വീക്ക്, കാരണം 12th October കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരു മാസം കൊണ്ട് കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂ നടത്തും. അപ്പോൾ മാക്സിമം നവംബർ ലാസ്റ്റിൽ അതിൻ്റെ ഇൻ്റർവ്യൂ കഴിയും എന്ന് ഓർക്കുക. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അത് ഇതുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. IT, മാർക്കറ്റിംഗ്, HR അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും 30th August വരും. 9th November ആണ് അതിൻ്റെ മെയിൻസ്. ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കും. IBPS POയുടെ കഴിഞ്ഞാൽ ഉടനെ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിൻ്റെ ഇൻ്റർവ്യൂ നടക്കും. അതിനകത്ത് നമ്മൾ എല്ലാവരും നോക്കിയിരിക്കുന്ന ക്ലർക്ക്. സോ ക്ലർക്കിൻ്റേത് 4th, 5th, 11th ഒക്ടോബറിലാണ്. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ മെയിൻസിന് തൊട്ട് മുമ്പേ, POയുടെ മെയിൻസിന് തൊട്ട് മുമ്പേ ക്ലർക്കിൻ്റെ മെയിൻസ് വരുന്നു, പ്രിലിംസ് വരുന്നു. അതിൻ്റേത് 29th November. നോക്കിയേ, ഇതുമായിട്ട് ബന്ധമുണ്ടോ നോക്കുക. കണ്ടോ, അതും നവംബർ ലാസ്റ്റിൽ, ഇതും മോസ്റ്റ്ലി നവംബർ ലാസ്റ്റ് വരെ അവർ ഇട്ടിട്ടില്ല. എന്നാലും അവരുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് അധികം ഇൻ്റർവ്യൂ വൈകിപ്പിക്കത്തില്ല. ഒരു മാസമായിരിക്കും അതിൻ്റേത്. സോ IBPS ക്ലർക്കും 29th November. IBPS ക്ലർക്കിന് വലിയ മാറ്റങ്ങളില്ല കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച്. കഴിഞ്ഞ വർഷവും നവംബറിലാണ് നമ്മൾ എഴുതി തീർത്തത്. ഇതിന് രണ്ടിൻ്റെയും വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടിൻ്റെയും നമുക്ക് റിസൾട്ട് വരുന്നത് April 1. നിങ്ങൾ എന്ന് എഴുതി വെച്ചാലും 2026
ഇതാണ് റിസൾട്ട് വരുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ, IPS PO ആയിക്കോട്ടെ, ക്ലർക്ക് ആയിക്കോട്ടെ, ഏതിനാണേലും റിസൾട്ട് വരുന്നത് ഏപ്രിൽ 1-ാം തീയതി മാത്രമാണ്. അത് അവർ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ നവംബറിലേ എഴുതി വെച്ചേക്കുക, പിന്നെ നമ്മൾ അത്രയും കാത്തിരിക്കണം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നുള്ള 4 മാസത്തെ കാലയളവ് അതിനുണ്ട്. സോ അതാണ് ഈ വർഷത്തെ മാറ്റം. IPS PO ആണ് ഏറ്റവും അടുത്ത് വരുന്ന പരീക്ഷ, ഏറ്റവും അവസാനം വന്ന പരീക്ഷ ഏറ്റവും അടുത്ത് വന്നു. അതാണ് POയുടെ മാറ്റങ്ങൾ വരുന്നത്. RRBയിലേക്ക് വരുമ്പോൾ, RRB നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്, ഓരോ സ്റ്റേറ്റിലേക്കും റീജിയണൽ റൂറൽ ബാങ്ക് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ അത് കേരള ഗ്രാമീൺ ബാങ്കാണ്. അതിൻ്റെ സ്പോൺസർ കാനറ ബാങ്കാണ്. സോ അത് നടത്തുന്ന പരീക്ഷ അതാണ് ആദ്യം വരുന്നത്, ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരുന്ന പരീക്ഷ. എന്നാൽ ഈ വർഷം RRBയിൽ പല RRBസും തമ്മിൽ മെർജിങ് ഉണ്ട് എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് അവരുടെ അതെല്ലാം മെർജ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ വേക്കൻസി അവർ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരീക്ഷയ്ക്കും മാറ്റമുണ്ട്. സോ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരേണ്ടത് അവരുടേത് വന്നിരിക്കുന്നത് 22nd and 23rd ഓഫീസർ സ്കെയിൽ 1 നവംബറിൽ, ആൻഡ് അതിൻ്റെ മെയിൻസ് 28th ഡിസംബർ. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് ജനുവരി അവസാനമോ ഫെബ്രുവരിയോ ആദ്യമായിരിക്കും. അതാണ് IPSൻ്റെ ഡേറ്റ് വന്ന് RRB വന്നിട്ടുണ്ട് അതിലേക്ക്. ദെൻ ഓഫീസർ സ്കെയിൽ 1 and 2 and 3. ഓഫീസർ സ്കെയിൽ 2 and 3 മീൻസ് നമുക്ക് എഴുതാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട്. അതിന് പ്രിലിംസ് ഇല്ല, ഒരു മെയിൻസ് മാത്രമായിരിക്കും അവരുടെ ഇതിലേക്കുള്ളത്. ഓഫീസ് അസിസ്റ്റൻസിലേക്ക് വരുമ്പോൾ ഈ വർഷം എല്ലാം മാറി. ഡിസംബറിലാണ് ഓഫീസ് അസിസ്റ്റൻ്റ് പരീക്ഷ. IPS ക്ലർക്കല്ല, IPS ക്ലർക്കിൻ്റെ പണ്ടത്തെ സമയമാണ് ഈ ഡിസംബർ. സോ ആ സമയത്ത് ഈ പ്രാവശ്യം IPS RRB ഓഫീസ് അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻസ് വരുന്നത് 1 ഫെബ്രുവരിയുള്ളൂ. സോ ഇതിൻ്റെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് പണ്ട് റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്, RRBയുടെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത് 1 ജനുവരി, ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് വരുന്നതാണ് RRBയുടെ റിസൾട്ട്. എന്നാൽ ഈ വർഷം അതിന് മാറ്റം ഉണ്ടാവും. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ ഒന്നിച്ചാണ് അവർ സാധാരണ റിസൾട്ട് വരുന്നത്. അപ്പോൾ 1 ഫെബ്രുവരി ലാസ്റ്റോ മാർച്ച് ആദ്യം വരാനായിരിക്കും ഇതിൻ്റെ ചാൻസ് വരുന്നത്. സോ ഡേറ്റൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇത് ചെയ്യാം. നമ്മുടെ PDF അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിന് മാറ്റങ്ങളൊന്നും വരത്തില്ല. പക്ഷേ മാറ്റങ്ങൾ വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ വരാം. പക്ഷേ ഇപ്പോൾ ഇത് തന്നെയായിരിക്കും. സാധാരണ IPS അങ്ങനെ മാറ്റങ്ങൾ വരാറില്ല. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് കിട്ടി താഴെ തന്നെങ്കിൽ പ്രോസസ് ഓഫ് രജിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മുന്നിൽ അധികം സമയമില്ല. നിങ്ങൾ ഏതിലേക്കെങ്കിലും എയിം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാളുടെ നല്ല അംബീഷനുള്ള ഒരാളുടേത് IPS PO ആയിരിക്കും അയാളുടെ അംബീഷൻ. സോ അതിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ 60 120 ദിവസം നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ മെയിൻസ് എഴുതിയെടുക്കാൻ കാണും. പ്രിലിംസ് ഏകദേശം 60 ദിവസങ്ങളിലേക്ക് അത് വരും. അത്രയും ദിവസമേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ. സോ അതിനായി നല്ലപോലെ തയ്യാറെടുക്കേണ്ടതുണ്ട് നിങ്ങൾ. സോ അതിലെടുക്കുന്ന, ഞാനെന്താ പറഞ്ഞത്, ചെറിയ സ്റ്റെപ്പുകൾ വരെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്ലർക്കിലേക്ക് വരുമ്പോൾ അതിന് സമയമുണ്ട്, ഒക്ടോബറുണ്ട്. പക്ഷേ സമയമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നാൽ കാര്യം നടക്കില്ല. IPS POയുടെ കൂടെ തന്നെ IPS ക്ലർക്കിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തണം. നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, കഴിഞ്ഞ വർഷത്തെ റിസൾട്ടുകൾ നമുക്ക് വളരെ ബാക്കിയുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലെത്തിയെങ്കിൽ കൊമേഴ്സ് അക്കാഡമി ഇപ്പോഴേ തുടങ്ങുകയാണ്. സോ നിങ്ങൾ ഓരോരുത്തരും തുടങ്ങുക, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുക. എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു പ്രിപ്പറേഷനിലേക്ക് വരേണ്ടത്? വെറുതെ പല കുട്ടികൾക്കും കാണുന്ന അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, അറിയാവുന്ന തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും. അതല്ല പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ മീൻസ് ഇൻ വിച്ച് എവർ സബ്ജക്റ്റ് യു ആർ വീക്ക്, ഇംപ്രൂവ് ഇറ്റ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട മന്ത്രം. അതിന് പല കുട്ടികൾക്കും മടിയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വീക്കാണെങ്കിൽ നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നല്ലപോലെ വായനാശീലം വളർത്തുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പല കുട്ടികളും അതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കിഷ്ടം റീസണിങ് ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ റീസണിങ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ആ സമയത്ത് നീ ഒരിക്കലും കരുതുന്നില്ല നിൻ്റെ മാത്സ് വീക്കാണ്. അവിടെയാണ് പറ്റുന്നത്. സോ അത് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ ഓരോ പരീക്ഷയും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഇതിൽ ഏറ്റവും മികച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ IPS PO എന്ന് പറയും. സോ അംബീഷ്യസ് ആയിരിക്കുക, അതിലേക്ക് തന്നെ എയിം ചെയ്യുക. ഏറ്റവും വലിയ പരീക്ഷകൾ തന്നെ എയിം ചെയ്യുക. മിനിമം ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾ തുടങ്ങിയാൽ ആലസ്യത്തിൽ നിന്ന് ഉണരുക. ഉണർന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും.
ഏതെങ്കിലും ഒരു വലിയ പരീക്ഷ എയിം ചെയ്താൽ നിങ്ങൾക്ക് അതിന് താഴെയുള്ള എല്ലാ പരീക്ഷകളും കിട്ടിത്തുടങ്ങും. ഇതിന് ഓരോ പരീക്ഷകൾക്കും ഓരോ ഇതാണ്, സ്ട്രാറ്റജിയാണ്. സോ അത് സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. സോ ഓരോ പരീക്ഷകളും പ്രിപ്പയർ ചെയ്യേണ്ട വിധവും വേറെയാണ്. സോ അതിനായിട്ട് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. IPSPO തൊട്ട് തുടങ്ങട്ടെ നിങ്ങളുടെ ആ ഒരു ജൈത്രയാത്ര. ആ ഒരു ജൈത്രയാത്ര ഒരു അശ്വമേധത്തിനെ പോലെ നിങ്ങൾ കുതിക്കുക. ആ കുതിക്കാനുള്ള ഊർജം ഈ മഴക്കാലം നിങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് ഉണ്ടാക്കുക. നിങ്ങൾ ഇപ്പോൾ ഉറങ്ങാതെ ഇരിക്കുന്നതാണ് നാളെ നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാനുള്ള ഒരു ഊർജം. സോ അത് നേടിയെടുക്കുക. വരുന്ന തൊട്ടുപുറകെ SBI വരുന്നുണ്ട്. അവരുടെ ടൈം ടേബിൾ അവർ ഇട്ടോളും. അവർ എപ്പോഴാണ് ഇടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ അഭ്യൂഹങ്ങൾ കേൾക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് SBIയും ഉണ്ടെന്ന്. പക്ഷേ അതിൻ്റെ സമയമാകുമ്പോൾ ഞാനത് ചെയ്യും. പക്ഷേ നമ്മളിപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ നമ്മൾക്ക് ഈ 6 നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. 6 നോക്കിയാൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. 6 നോക്കിയാൽ നിങ്ങൾക്ക് 4 കിട്ടും. 4 നോക്കിയാൽ നിങ്ങൾക്ക് 3 കിട്ടും. 2 നോക്കിയാൽ നിങ്ങൾക്ക് 1 കിട്ടും. 1 നോക്കുന്നുള്ളത് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അത് ഓർത്തോളുക. സോ ഏറ്റവും വലുത് എയിം ചെയ്യുക. അത് SBIPO ആണ്. ഇവിടെ ഉള്ളതിൽ ഇപ്പോൾ ഏറ്റവും വലുത് IPSPO ആണ്. സോ നല്ലപോലെ എയിം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കുട്ടികളെ. നല്ലപോലെ അതിനായി നിങ്ങൾ പൊരുതുക. നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക. വിജയം സുനിശ്ചിതം. സോ ഞാൻ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എടുക്കാം. എന്തൊക്കെ ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടോ ഇതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇത് ചെയ്താൽ മതി. നമ്മളിപ്പോഴേ അതിനെക്കുറിച്ച് ഓർത്ത് ഇത് ചെയ്യേണ്ട. പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ അയയ്ക്കുക. പറ്റുന്ന പോലെ ഞാൻ റെസ്പോൺസ് തരാം. ക്ലാസ്സും കൂടെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ലേറ്റാകുന്നത്. പ്രിപ്പയർ ചെയ്യിക്കേണ്ട കാര്യങ്ങളുണ്ട്. കോമ്പസുകാരെ അതുപോലെ പ്രിപ്പയർ ചെയ്യിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ബാക്കിയുള്ളവരേക്കാൾ ഉയരം നിൽക്കേണ്ടവരാണ് കോമ്പസ്. ബാക്കിയുള്ളവരേക്കാൾ എപ്പോഴും ഉയരത്തിൽ ഏത് റിസൾട്ട് വന്നാലും കോമ്പസുകാരായിരിക്കണം. അപ്പോൾ ഏത് ബാങ്കും കോമ്പസുകാരെ കൊണ്ട് നിറയണം. അതിനുവേണ്ടി ഞങ്ങൾ അശ്രാന്തം പരിശ്രമിക്കും. ഞാനും മിസ്സും ഞങ്ങളുടെ കുട്ടികളും. സോ അതുവഴി ബാക്കിയുള്ളവർക്കൂടെ ഉപകാരപ്പെടാനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്താൽ മതി. വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങളുടെ പരിശ്രമമാണ് വേണ്ടത്. നിങ്ങൾ എവിടെ മടി കാണിക്കുന്നോ അവിടെ പോയി നിങ്ങളെക്കാൾ വർക്ക് ചെയ്യുന്ന ഒരാൾ വെളിയിലുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. ഓരോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂട്ടുകാരാകട്ടെ ആരും അവരും നിങ്ങളുടെ കോമ്പറ്റീറ്ററാണ്. സോ നിങ്ങളറിയാതെ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് ഉണർന്നെഴുന്നേൽക്കുക, മടി മാറ്റുക, ഉറക്കം കുറയ്ക്കുക. ഇനിയുള്ള കാലം വർക്കിൻ്റെയാണ്. ഇപ്പം നിങ്ങളിടുന്ന കഠിന അധ്വാനം നിങ്ങളെ ഒരിക്കൽ വിജയിയാക്കും. ആ സമയം പുഞ്ചിരിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങളെ പരിഹസിച്ചവർ നിൽക്കും. ആ ഒരു കാലത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും. സൈനിങ് ഓഫ്, ടോബി ശരത് തോമസ്.